രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറിനെതിരെ ഇന്ത്യ സഖ്യത്തിന്റെ ഇംപീച്ച്മെന്റ് പ്രമേയം. ജയ ബച്ചനെതിരെ അസ്വീകാര്യമായ ഭാഷയിൽ ധൻഖർ സംസാരിച്ചു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ജഗദീപ് ധൻഖർ ഏകപക്ഷീയമായി പെരുമാറുന്നുവെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. അതിനിടെ വഖഫ് ഭേദഗതി ബിൽ പരിഗണിക്കുന്നതിന് സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിച്ചു. 31 അംഗ സംയുക്ത പാർലമെന്ററി സമിതിയിൽ മുസ്ലിം ലീഗിന് പ്രാതിനിധ്യമില്ല. Honorable members, Jaya Bachchan is the last speaker on this point. Please, ma'am. ജയ ബച്ചനെ ജയ അമിതാഭ് ബച്ചൻ എന്ന് അഭിസംബോധന ചെയ്തതോടെ രാജ്യസഭ പ്രക്ഷുബ്ധമായി. ധൻഖർ അനുചിത ഭാഷയിൽ സംസാരിച്ചു എന്നായിരുന്നു ജയ ബച്ചന്റെ കുറ്റപ്പെടുത്തൽ. ജഗദീപ് ധൻഖർ മാപ്പ് പറയണമെന്ന് അവർ ആവശ്യപ്പെട്ടു. सर, मैं जया अमिताभ बच्चन ये बोलना चाहती हूँ. मैं कलाकार हूँ, बॉडी लैंग्वेज समझती हूँ, एक्सप्रेशन समझती हूँ. और सर, मुझे माफ़ करिएगा, मगर आपका टोन जो है. ജയ ബച്ചന്റെ പരാമർശം ധൻഖറിനെ കൂടുതൽ ക്ഷുഭിതനാക്കി. സെലിബ്രിറ്റികളും സഭയിൽ മര്യാദ പാലിക്കണമെന്ന് ധൻഖർ തിരിച്ചടിച്ചു. സഭയിൽ ബഹളം വെച്ച പ്രതിപക്ഷം പിന്നാലെ ഇറങ്ങിപ്പോയി. ജഗദീപ് ധൻഖറിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇംപീച്ച്മെന്റ് പ്രമേയമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി നേതൃത്വം ആലോചിക്കുന്നത്. വഖഫ് ഭേദഗതി വിഷയത്തിൽ ഇന്നലെ പ്രഖ്യാപിച്ച സംയുക്ത പാർലമെന്ററി സമിതി ഇന്ന് നിലവിൽ വന്നു. BJP അംഗം ജഗ്ദംബിക പാൽ അധ്യക്ഷനായ സമിതിയിൽ 21 പേർ ലോക്സഭയിൽ നിന്നും 10 പേർ രാജ്യസഭയിൽ നിന്നും അംഗങ്ങളാകും. സംയുക്ത പാർലമെന്ററി സമിതിയിൽ അസദുദ്ദീൻ ഒവൈസിയെ ഉൾപ്പെടുത്തിയപ്പോൾ മുസ്ലിം ലീഗിന് പ്രാതിനിധ്യം നൽകിയില്ല. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.